ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്. പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആരെ സന്ദർശിച്ചെന്ന് പറഞ്ഞു. ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ. ആര്യാടൻ സാറിന്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ് അദ്ദേഹം. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നോട് കണ്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അദാനിയുടെ ഞാനെന്തിനാ പോയത് ഇലക്ഷൻ കാലത്ത്? അദാനിയുടെ എവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനാ? എന്തുവായി പറയുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങൾ തന്നെയല്ലേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? വരട്ടെ. എല്ലാം കൂടി ഒരു ഗവൺമെന്റ് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ പോയി നിൽക്കും? നിങ്ങൾ ആലോചിക്കുക. ഇത്രയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരില്ല. മനസ്സിലായില്ലേ? തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരിൽ ഇത്രയും വേഗത്തിൽ. ഞാൻ ഇനി വേറെ കാര്യം ചോദിക്കുക. ഈ 2500 രൂപ അല്ല 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒറ്റ പൈസ കൂട്ടിക്കൊടുത്തില്ല. കൂട്ടിക്കൊടുത്തോ? കഴിഞ്ഞ ഗവൺമെന്റ് കൂട്ടിക്കൊടുത്തോ? എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലയാഴ്ച ഒരു 400 രൂപ കൂട്ടിക്കൊടുത്തു. അതുപോലത്തെ കാര്യങ്ങൾക്കാണ് ചോദിക്കേണ്ടത്. അത് ഞാൻ മുൻ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആരും ചോദിക്കണേ കേട്ടിട്ടില്ല. ചോദിക്കണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.